അസ്സലാമു അലൈക്കും. ഒരു നിമിഷം കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ നഷ്ടപ്പെട്ടാൽ ആ വേദന എത്ര വലുതായിരിക്കും? നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ആ നിമിഷം അത്രയും സങ്കടമായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നബിയുടെ കരളിന്റെ കഷ്ണമായ പൊന്നുമകൾ ഫാത്തിമ ബീവിയുടെ വഫാത്തിനെ കുറിച്ചാണ്. അവരുടെ ജീവിതം മുഴുവൻ സഹനവും സ്നേഹവും വിശ്വാസവും ത്യാഗവും നിറഞ്ഞതാണ്. ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും സ്നേഹമുള്ള മകളായിരുന്നു. അവർ വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചത്. ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും അവർ പരാതി പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ ഓടിപ്പോയി നബിയെ കെട്ടിപ്പിടിക്കും. അത്രയും സ്നേഹമായിരുന്നു രണ്ടുപേരും. പക്ഷേ ഒരു ദിവസം ആ സന്തോഷം മുഴുവൻ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫാത്തിമയുടെ ഹൃദയം തകർന്നു. അവൾ ഒരുപാട് കരഞ്ഞു. അവളുടെ ലോകം ഇരുണ്ടുപോയി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന് മുമ്പ് ഫാത്തിമ ബീവിയോട് ഒരു രഹസ്യം പറഞ്ഞിരുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും ആദ്യം എന്നെ കാണാൻ വരുന്നത് നീയായിരിക്കും. ഈ വാക്കുകൾ ഫാത്തിമ ബീവിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഏകദേശം 6 മാസത്തിനകം ഫാത്തിമ ബീവിയും ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരുടെ പ്രായം വളരെ ചെറുതായിരുന്നു, ഏകദേശം 29 വയസ്സ്. ഹിജ്റ 11-ാം വർഷം റമലാൻ മാസത്തിലാണ് അവരുടെ വഫാത്ത് നടന്നത്. റമലാൻ മാസം കരുണയും ക്ഷമയും നിറഞ്ഞ മാസം, അള്ളാഹുവിനോട് ഏറ്റവും അടുത്താകുന്ന സമയം. അത്തരം ഒരു പരിശുദ്ധ മാസത്തിൽ ലോകത്തിലെ ഏറ്റവും മഹത്തായ സ്ത്രീകളിൽ ഒരാൾ മുഹമ്മദ് നബിയുടെ പ്രിയ മകൾ ഫാത്തിമ ബീവി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു ദിവസം ഫാത്തിമ ബീവി കുളിച്ചൊരുങ്ങി വീട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. അവൾ അലിയോട് സലാം പറഞ്ഞു ഭക്ഷണം വിളമ്പിക്കൊടുത്തു. എന്നിട്ട് തനിക്കും കൂടി കുറച്ച് ഭക്ഷണം വാരിത്തരാൻ പറഞ്ഞു. അവർ സന്തോഷത്തോടു കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തല വെച്ച് കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് പുറത്തു തരണമേ അലിയെ, എന്റെ മരണം അടുത്തിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. ഫാത്തിമ ബീവി അവസാനമായി തന്നോട് യാത്ര ചോദിക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഹസൻ, ഹുസൈൻ എന്നീ പൊന്നു മക്കളെ വിളിച്ചുകൊണ്ട് ഫാത്തിമ പറഞ്ഞു, എൻ്റെ മക്കളെ ഒരിക്കലും അടിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. അതുപോലെ തന്നെ ഞാൻ മരിച്ചാൽ എന്നെ പകൽ ഖബറടക്കരുത്, രാത്രിയിൽ ഖബറടക്കണം. എന്തെന്നറിയുമോ, എന്നെ ജനാസ കൊണ്ടുപോയി ഖബറിൽ വെക്കുമ്പോൾ അന്യ പുരുഷന്മാർ ഉണ്ടാവും. അവർ എൻ്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എന്നെ രാത്രിയിൽ ഖബറടക്കിയാൽ മതി. ഇപ്രകാരം മരണത്തിനു ശേഷം പോലും അന്യപുരുഷന്മാരുടെ മുന്നിൽ തൻ്റെ മുഖം മറച്ച പെണ്ണായിരുന്നു ഫാത്തിമ ബീവി. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് നല്ല വസ്ത്രം ധരിച്ച് അവൾ കിടന്നു. വീട്ടിൽ ഒരു നിശബ്ദത, ഹൃദയം നിറഞ്ഞ ഒരു ശാന്തത. അവൾ കണ്ണുകൾ അടച്ചു. അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫാത്തിമ ബീവി ജനാസ കൊണ്ടുപോയി ജന്നത്തുൽ ബക്കിയയിൽ ഖബറടക്കി. വിവാഹത്തിന് ശേഷമായിരുന്നു അവരുടെ പ്രണയം, അതിരുകളില്ലാത്ത പ്രണയം. അവനിൽ നിന്ന് അവളെ തട്ടിയെടുക്കുമ്പോൾ മരണം പോലും ഒരു നിമിഷം വിഷമിച്ചിരിക്കണം. തൻ്റെ പ്രണയിനിയെ 6 അടി മണ്ണിന്റെ ഇരുളിലേക്ക് ഇറക്കുമ്പോൾ പ്രിയതമന്റെ കണ്ണീരിനു മുമ്പിൽ അടുത്തുള്ള മീസാൻ കല്ലുകൾ പോലും വിലപിച്ചിരിക്കണം. ഖബറിൽ 3 പിടി നനഞ്ഞ മണ്ണ് വാരിയിട്ട് ആളുകൾ പിന്തിരിഞ്ഞു നടന്നു കടന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു പ്രാണസഖിയുടെ ഖബറിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ഖബറെ, ഇന്നലെ വരെ ഫാത്തിമ എൻ്റെ ശരീരത്തോട് ചേർന്നാണ് കിടന്നിരുന്നത്. എന്നാൽ ഇന്ന് അവൾ നിന്റെ കൂടെയാണ്. നീ അവളെ പ്രയാസപ്പെടുത്തരുത്, എനിക്കത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ രാത്രിയായപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് ഉറക്കം വരുന്നില്ല. തൻ്റെ ഭാര്യയില്ലാതെ വിഷമിച്ചു കിടക്കുകയാണ്. പാതിരാത്രി എഴുന്നേറ്റ് ജന്നത്തുൽ ബക്കിയയിൽ പോയി ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ ചാരത്തിരുന്ന്
അലി റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും ഫാത്തിമ. ഫാത്തിമ ബീവി സലാം മടക്കാതിരുന്നപ്പോൾ അലി പറയുകയാണ്, എന്നോട് പിണക്കമാണോ ഫാത്തിമ? എന്നോട് ഒരിക്കലും നീ പിണങ്ങരുത് ഫാത്തിമ. എനിക്ക് അത് സഹിക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2 നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണം. രണ്ടാമത്, എൻ്റെ ഭാര്യ ഫാത്തിമ ബീവിയുടെ വഫാത്ത്. അത് രണ്ടും എനിക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇതുവരെ ഫാത്തിമ ചിരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഫാത്തിമയുടെ സന്തോഷം പോയി. ഫാത്തിമ ബീവി വഫാത്താവുന്നതുവരെ പിന്നെ ഒരിക്കലും ചിരിച്ചിട്ടില്ല. ഫാത്തിമ ബീവിയുടെ വഫാത്ത് ഒരു ചരിത്ര സംഭവം മാത്രമല്ല, അത് നമ്മുടെ ഹൃദയത്തെ ഉണർത്തുന്ന ഒരു വലിയ പാഠമാണ്. ഒരു മകൾ, അവളുടെ ഉപ്പാനോടുള്ള അതിയായ സ്നേഹം, അവളുടെ സഹനം, അവളുടെ വിശ്വാസം, ഇതെല്ലാം നമുക്കൊരു മാർഗദർശനമാണ്. ഈ ലോകം താൽക്കാലികമാണ്. നമ്മൾ സ്നേഹിക്കുന്നവർ ഒരിക്കൽ നമ്മളെ വിട്ടുപോകും. പക്ഷേ അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ വീണ്ടും കൂടിച്ചേരൽ ഉണ്ടാകും. ഫാത്തിമ റളിയല്ലാഹു അൻഹു നമ്മളോട് പഠിപ്പിച്ചത് സഹനത്തോടെ ജീവിക്കുക, ലളിതമായ ജീവിതം നയിക്കുക, അള്ളാഹുവിനെ മറക്കാതെ ഓരോ നിമിഷവും ജീവിക്കുക. അള്ളാഹു നമ്മളെ ഫാത്തിമ ബീവിയുടെ പോലെ ഈമാൻ ഉള്ളവരാക്കട്ടെ. അവരുടെ കൂടെ സ്വർഗത്തിൽ ഉയർന്ന പദവി നൽകട്ടെ. ആമീൻ.